വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ CPIM സമരത്തിലേക്ക്. വ്യാഴാഴ്ച ജില്ലാ ഏരിയ തലങ്ങളിൽ സമരം നടത്തും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കേന്ദ്രം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം 4 തവണ വിലവർധനയുണ്ടായിട്ടും മൗനം പാലിക്കുകയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അത് ശരി. അപ്പോൾ ഇപ്പോൾ പഠിച്ചത് മുഖ്യമന്ത്രിയായപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചില്ലേ? അല്ല, പ്രതിപക്ഷ നേതാവായപ്പോൾ പഠിച്ചോ അങ്ങനെയുള്ളൊരു കാര്യം? അതായത് തോമസ് ഐസക്ക് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി സമരത്തിൻ്റെ ഭാഗമായി കണ്ടോൺമെൻറ്റിൽ നിന്ന് എന്തിനാണ് നിയമസഭയിലേക്ക് പോയി സമരം നടത്തിയത് എന്ന കാര്യം അന്ന് പഠിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവസരവാദപരമായ നിലപാടാണ്. ഞങ്ങൾ മുമ്പ് പിൻവലിച്ചിട്ടുണ്ട്. ആ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, ഇതിപ്പോൾ ഓരോ സന്ദർഭത്തിലുമുള്ള സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. എല്ലാ കാര്യവും പൂർണ്ണമായ അർത്ഥത്തിൽ അവർ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും ഒരേ രീതിയിലാണ് കൈകാര്യം ചെയ്യാമെന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ലോ. അത് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവും, പല രീതിയിലും മാറും. ആ സ്വജനപക്ഷപാതപരമായ നിലപാടാണ് എന്ന് മുമ്പ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ വക്താവായിട്ട് വന്ന VD സതീശനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് പറയാനുള്ളത്, VD സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KPCCയും പറയട്ടെ. KPCC പ്രസിഡന്റ് കൂടിയായിട്ട് തുടരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സ്വജനപക്ഷപാതപരമായ ഇത്തരത്തിലുള്ള നിയമനം ശരിയോ തെറ്റോ എന്ന കാര്യം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വ്യക്തത വരുത്തട്ടെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതാണ് വിലക്കയറ്റത്തിലാണ് സമരത്തിലേക്ക് CPIM കടക്കുന്നു എന്നുള്ളത്. മുൻപ് ഈ വിഷയത്തിലൊക്കെ എന്താണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ സ്വീകരിച്ച നിലപാട് എന്നതുകൂടി ഇപ്പോൾ MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുകയാണ്. സൈക്കിൾ ചവിട്ടി കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പോയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പക്ഷേ ഈ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങളിൽ കൂടി പാർട്ടി നിലപാട് വ്യക്തമാക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.